ഒരു മാറ്റവും വരുത്താതെ തന്നെ ഒരു മുറിയിൽ 2 മണിക്കൂറിനുള്ളിൽ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും. AC, ഗീസർ എന്നിവ പോലുള്ള നിങ്ങളുടെ ഭാരമേറിയ ഉപകരണങ്ങൾ നിയന്ത്രിക്കുവാനും ഓട്ടോമേറ്റ് ചെയ്യുവാനും ക്രാബ്ട്രീ വയർ ഫ്രീ NXT നിങ്ങളെ സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ വീടുകൾ സ്മാർട്ട് വീടുകളാക്കി മാറ്റൂ ഹാവൽസ് ക്രാബ്ട്രീ ഉൽപ്പന്നങ്ങളോടൊപ്പം. അങ്കമാലി വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഗിഫ്റ്റ് സിറ്റി ആരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായി ബെന്നി ബെഹനാൻ MP പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് അയ്യമ്പുഴയിൽ ആരംഭിക്കുവാൻ സ്ഥലം കണ്ടെത്തിയത്. കേന്ദ്ര നിയമമാറ്റത്തിന്റെ ഭാഗമായി പദ്ധതി നിർത്തിവെച്ചു. സംസ്ഥാന സർക്കാർ പകരം അവിടെ ഗ്ലോബൽ സിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ നല്ലത് ഗിഫ്റ്റ് സിറ്റി ആയിരിക്കുമെന്ന് അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ 7ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. അതിനുശേഷമാണ് ഇതിന്റെ പഠനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കിത് അടുത്തൊരു മുൻഗണന കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലെ നെടുമ്പാശ്ശേരി നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അമൃത് സ്കീമിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത് സ്കീമിൽ ഉൾപ്പെടുത്തിയതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ പണി പൂർത്തീകരിക്കും. കഴിഞ്ഞ ദിവസവും റെയിൽവേ ബോർഡ് മറ്റ് ജനറൽ മാനേജറുടെ സാന്നിധ്യത്തിൽ കോൺഫറൻസ് എല്ലാ MP മാരെയും വിളിച്ചൊരു കോൺഫറൻസ്, ആനുവലായിട്ട് കൂടുതൽ കോൺഫറൻസാണ്. ആ കോൺഫറൻസ് ഉണ്ടായിരുന്നു. എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വീതി കൂട്ടുക, അവിടെ എക്സലേറ്റർ വയ്ക്കുക, അതുപോലെ തന്നെ മറ്റേ ലിഫ്റ്റ് വയ്ക്കുക, അതിന് കുറച്ച് റൂഫിംഗ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പ്ലാറ്റ്ഫോമിൽ റെയിൽവേ ഗേറ്റുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനും ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അത് അതിനുള്ള അനുവാദം കൊടുത്തതാണ് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് അതിൻ്റെ പണി ഏറ്റെടുത്തത്. കുണ്ടന്നൂർ ബൈപ്പാസ്, ശബരി റെയിൽപാത, കൊച്ചി മെട്രോയുടെ അങ്കമാലി പാത, അങ്കമാലി ബൈപ്പാസ്, MC റോഡിന്റെ സമാന്തര പാത, അങ്കമാലിയിൽ നിന്നും നെടുമ്പാശ്ശേരിക്കുള്ള റോഡ് വികസനം, അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വികസനം, വ്യവസായ വികസനം, ടൂറിസം പ്രൊമോഷൻ എന്നിവ സംബന്ധിച്ച് അങ്കമാലിയുടെ വികസന സാധ്യതകൾ സെമിനാറിൽ ജോർജ് സ്റ്റീഫൻ വിഷയാവതരണം നടത്തി. കാര്യവിചാര സദസ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ എമ്പിളിയത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ടെൽക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് PC ജോസഫ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, ബാംബു കോർപ്പറേഷൻ മുൻ ചെയർമാൻ KA ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ്, സെക്രട്ടറി വിൽഫ്രഡ് H, പോളി പഞ്ഞിക്കാരൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, ഫ്രാൻസിസ് J പൈനാടത്ത്, PV സജീവൻ, PP അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.